ആക്ച്വലി നൂൽപ്പുഴ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗ്രാമത്തിലുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. ഈ പഞ്ചായത്തിൽ ആദ്യത്തെ ഒരു മൾട്ടി ജിമ്മാണ് ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ടിൽ ചെയ്ത വർക്കാണ്. ഇപ്പൊ കോർപ്പറേറ്റ്സിന് ഇത്ര ശതമാനം അവരുടെ ഇൻകം CSR ഫണ്ടിലേക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. അതിന്റെ CSR ഫണ്ടിൽ ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇവിടെ അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ സർജറി ഇല്ലാതെ തന്നെ ഈ DTS തെറാപ്പി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ട് വെപ്പ് പല്ല് വെച്ച് കൊടുക്കുന്നത് ഇത് ഇതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. ഓരോ ക്ലയൻറ്റ് ഈ മാത്രമാണ് ഫ്രീ. പുറത്തുള്ളവർക്ക് വന്നാൽ പേയ്മെന്റ് കൊടുത്ത് അവർക്ക് ഫ്രീ ചെയ്തു പോവാം. എന്നാലും അറൗണ്ട് ഒരു 5,000 അടുത്തൊക്കെ അവർ വരുന്നുള്ളൂ. പക്ഷെ പുറത്ത് അറൗണ്ട് ഒരു 20,000 മുകളിലൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്നാൽ നൂൽപ്പുഴ, അതായത് തനത് വരുമാനം ഏറ്റവും കുറഞ്ഞ പഞ്ചായത്താണ് നൂൽപ്പുഴ. ആ പഞ്ചായത്തിൽ ഇങ്ങനെ സിസ്റ്റം പോസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ എനിവേർ ഇൻ ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം പലയിടത്തും ഞാൻ നോക്കിയാണ്. എന്തായാലും രാവിലെ ഒരു അടിപൊളി ഗുഡ് മോർണിംഗിൽ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ഹോസ്പിറ്റൽ കാണാം, എന്നിട്ട് നമുക്ക് നോക്കാം ഈ ഹോസ്പിറ്റൽ ആര് നടത്തുന്ന ആശുപത്രിയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറുകയാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നോക്ക്. ഇത് നൂൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആശുപത്രി ഉള്ളത്. കണ്ടോ, ഇവിടെ ഒരു ഫാമിലി വെൽഫെയറിനുള്ള ബ്ലോക്ക് ഉണ്ട്. ഇനി വാ, ഇത് കണ്ടോ ഈ സൈഡിൽ നോക്ക്. അത് പ്രതീക്ഷ എന്ന് പറയും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗർഭിണികളായ ആദിവാസി സ്ത്രീകൾക്ക് ഇവിടെ വന്ന് താമസിക്കാം. പലരും ഗർഭിണികളായ ആദിവാസി സ്ത്രീകൾ ആശുപത്രി പോകുന്നില്ല. ഇനി സെറ്റപ്പ് കണ്ടോ വീൽ ചെയർ. ഒരു കൽമണ്ഡപ കോൺസെപ്റ്റാണ് ആക്ച്വലി. ഇതൊരു പേഷ്യൻ്റ് ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവായി ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ഒരു മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഡോക്ടേഴ്സിനും മറ്റു സേവനങ്ങൾക്ക് ആവശ്യപ്പെടാനൊക്കെ അവർക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ സംശയം നമ്മളൊരു സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എന്താ സ്ഥിതി? നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ ഒരു പേഷ്യൻസ് ഈ ആശുപത്രിയുടെ മണത്തിൽ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളല്ലേ സ്ഥിതി. എന്നാൽ അതേസമയം ഇവിടുത്തെ ഒരു പേഷ്യൻ്റ് ഇവിടെ വരുമ്പോൾ ഇരിക്കുന്ന ആലോചിച്ച് നോക്ക്. ഇവിടെ വരുന്നു, ഫ്രീ ആയിട്ട് ഇരിക്കുന്നു, സമയത്തിന് പോകുന്നു. അതാണ് സ്ഥിതി. പല കാഴ്ചകളുണ്ട്. റിസപ്ഷൻ ഏരിയ ആണ് ഈ ഏരിയ. ആക്ച്വലി ഇപ്പം ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ 50% പേര് ട്രൈബ്സ് ആണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. കാരണം ഈ പഞ്ചായത്ത് വലിയ പ്രത്യേകത ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ട്രൈബൽ രണ്ടാമത്തെ പഞ്ചായത്താണ് കേരളത്തിലെ. മാത്രമല്ല 2 സംസ്ഥാനത്തിൻ്റെ ബോർഡർ പങ്കിടുന്ന പഞ്ചായത്താണ്. 1 സൈഡ് തമിഴ്നാടു, 1 സൈഡ് കർണാടക. പിന്നെ 45% കൂടുതൽ ആളുകൾ ഇവിടെ ട്രൈബ്സ് ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ട്രൈബൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഫോട്ടോ ഒക്കെ ഈ പഞ്ചായത്തിൽ തന്നെ കുട്ടികളുടെ ഫോട്ടോ കേട്ടോ, അവരുടെ പ്രൊമോട്ട് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ നമ്മൾ കണ്ടു, അതായത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ട്രൈബ്സ് പലരും മെറ്റേണിറ്റിയും ഡെലിവറിയുടെ സമയത്ത് വീട്ടിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെറ്റേണൽ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വന്ന് ഡെലിവറിയുടെ സമയമാകുമ്പോഴേക്കും ഇവിടെ വന്ന് താമസിച്ച് ഇവിടുന്ന് പോവാം. നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇത് ട്രൈബൽ ഹെൽപ്പ് ഡെസ്ക്. ഇവിടെ നമുക്ക് ഒരു ട്രൈബൽ പ്രൊമോട്ടർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊമോട്ടർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവർക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ട്രൈബ്സിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ റിസപ്ഷൻ ഏരിയ. ഇത് നമ്മുടെ OP ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പാത്ത് വേണം. ഇത് നൈറ്റിലാണ് ഭയങ്കര രസം. ഫുൾ ലൈറ്റ് സിസ്റ്റം ആയിരിക്കും. ഫുൾ ഡേ ആകുമ്പോൾ ഒരു നൈറ്റ് സിസ്റ്റം ഉണ്ട്. നമ്മൾ 2 സൈഡിലും ഇത് ഓപ്പൺ ജിം, ഇൻഡോർ ജിം വേറെ വരുന്നുണ്ട്. പിന്നെ പിള്ളേരുടെ പ്ലേ ഏരിയ. ഇനി ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് വെച്ചാൽ പെൺമാണ്. നമുക്ക് OPയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കടക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും ഫാമിലി ഉള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവൊക്കെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു വാഷ്റൂം ഉപയോഗിക്കണമെങ്കിൽ എന്താണ് സൊല്യൂഷൻ? ഇല്ല, നിയറസ്റ്റ് ഹോട്ടലിൽ പോകുക ചിലപ്പോൾ അവർക്ക് ഹോട്ടലിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഹോട്ടലിൽ കയറി വാഷ്റൂം വയ്ക്കുക. പക്ഷേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ വരുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്ന അവർ ബത്തേരി വരെ എത്താം. ആ കോൺസെപ്റ്റിലാണ് ഞങ്ങളിവിടെ പെൺമ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അത് ഒൺലി ഫോർ ലേഡീസിനുള്ള വാഷ് ഫെസിലിറ്റീസ് ആണ്. ഇത് അകത്തൊന്ന് കാണാം, കണ്ട് നമുക്ക് OPയിലേക്ക് പോവാം. അപ്പം ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സ്ത്രീകൾക്കും ഇവിടെ അവരുടെ പ്രൈവസി, അവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം, അവർക്ക് ബേബി ഉണ്ടെങ്കിൽ ഫീഡ് ചെയ്യാം. പിന്നെ ഒരു വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്.
ഇത് 500 രൂപ കൊടുത്താലും പോരാ ഈ ഒരു ക്ലിനിക്കിൽ. ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ ഫെസിലിറ്റി ഉള്ള കോർപ്പറേറ്റ് ആശുപത്രികൾ പോലും നമുക്കില്ലല്ലോ. തോറ്റുപോകും. അതാണ് ഡോക്ടറുടെ ഒരു കൺസെപ്റ്റ്. എല്ലാം ഗവൺമെന്റ് ഫണ്ടാണ്, എല്ലാം ഗവൺമെന്റ് ഫണ്ടാണ്. CSR കോർപ്പറേറ്റ് ഫണ്ട് ഒക്കെ ഉണ്ട്, സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വാഷ്റൂം ഉപയോഗിക്കാം, നാപ്കിൻ വെൻഡിങ് മെഷീൻ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള IEC കാര്യങ്ങൾ, ഒരു സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതിൽ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെപ്പോഴും അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലക്കി പീപ്പിൾ. അതെ. നമുക്ക് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എല്ലാവരും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ. ഡോക്ടർ പറഞ്ഞ പോലെ പഞ്ചായത്തിന്റെയും ആരോഗ്യത്തിന്റെ, പിന്നെ കേരള സർക്കാർ ആരോഗ്യവകുപ്പ്, പിന്നെ നമ്മളെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, മറ്റു ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഒരു നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും സൗകര്യം ഏർപ്പെടുത്താൻ. അതെ. അത് നമുക്ക് വേറൊരു മീനിങ് കൂടിയാണോ അതുള്ളത്. അതായത് ഇപ്പോൾ ഡോക്ടറെ പോലെയുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള സോഴ്സസ് എല്ലാം വരും, നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഡോക്ടറെ തന്നെ ഒരു മോഡലായിട്ട് എടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡോക്ടറെ ഞങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ആക്ച്വലി. ഇപ്പം ഇതാണ് ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് ആണെങ്കിൽ തന്നെ ഇപ്പം സാധാരണ നമുക്കറിയാം കുട്ടികളൊക്കെ ഹോസ്പിറ്റലിൽ ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ. അപ്പോൾ സാധാരണ അമ്മമാർ പരാതി പറയില്ല, ടോക്കൺ നമ്പർ ആയാലും കുട്ടികളെ കാണാറില്ല. അപ്പോൾ എന്താണ്, കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുന്നാൽ പോരാന്ന് ചോദിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ചിൽഡ്രൻസ് പാർക്ക് ഇതിപ്പോൾ നമ്മൾ എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇനി വയോജനങ്ങൾ വേറെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഔട്ട്ഡോർ ജിം ആൻഡ് സിസ്റ്റങ്ങളുണ്ട്. നമുക്ക് OP-യിലേക്ക് കടക്കാം. ഇത് നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ഒരു ക്യാപ്ഷനാണ്, സ്വർണ്ണവും വെള്ളിയല്ല ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്നുള്ളത്. അപ്പം ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൂടി കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. കാരണം നമുക്കൊരു പ്രിവെൻഷൻ ആണല്ലോ നമുക്ക് മെയിനായിട്ട്. ഒരു അസുഖം വന്ന് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ OP ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഞങ്ങളിപ്പം ഒരു 8:45 നമ്മൾ OP സിസ്റ്റം, ടോക്കൺ സിസ്റ്റം കൊടുത്തു തുടങ്ങുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ, ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹെൽത്തിൻ്റെ കിയോസ്കാണ്. അപ്പം ഇന്ന് വന്നൊരു പേഷ്യൻറ്റ് നാളെ വന്നിട്ട് വീണ്ടും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇവിടെ വന്നിട്ട് അവരുടെ അവർക്ക് QR കോഡ് അവർക്ക് ഇവിടുന്ന് ടോക്കൺ സിസ്റ്റം കിട്ടും, ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ കോവിഡ് സമയത്ത് വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ പേഷ്യൻസിനൊക്കെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിന് മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്നോട് പാസസ് ഡിനേ എന്ന് കാണിക്കുന്നത് ഞാൻ മാസ്ക് വെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ടെമ്പറേച്ചറാണ് മോണിറ്റർ ചെയ്യുന്നത്. 32 ഉണ്ട്. അപ്പോൾ നിങ്ങളെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മാസ്ക് വെക്കാത്തതുകൊണ്ടാണ് ആസസ് ഡിനേ എന്ന് കാണിക്കുന്നത്. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആസസ് ഗ്രാൻഡഡ് എന്ന് കാണിക്കും. പിന്നെ അത് വന്നിട്ട് ഏത് രോഗി ഫസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡോക്ടറെ കാണുന്നില്ല. നമ്മൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലെ പോലെ തന്നെ അവർക്ക് പ്രീ ചെക്കപ്പ് ഏരിയ ഉണ്ട്. ഈ പ്രീ ചെക്കപ്പ് ഏരിയയിൽ ഡോക്ടറെ കാണുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചി ഒന്ന് സിസ്റ്റർ എടുത്ത് വന്നിട്ട് കയറിക്കോളൂ. നമുക്ക് ഇവിടെ സിസ്റ്റർ ഇവിടെ വന്നിട്ട് അവരുടെ BP ഒക്കെ റെക്കോർഡ് ചെയ്യും. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് BP നോക്കുന്നൊരു എക്യുപ്മെൻ്റാണ്. ജസ്റ്റ് കൈ വെച്ച് കൊടുത്താൽ മതി, അത് തന്നെ BP ചെക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് തരും. കൈ ചുറ്റി. അപ്പോൾ നമുക്ക് മാക്സിമം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അവർക്ക് BP നോക്കാം. പിന്നെ സിസ്റ്റം അവിടെ എല്ലാ രോഗങ്ങളിലും കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഈ പേഷ്യൻ്റ് വീണ്ടും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഡോക്ടേഴ്സ് ഒരു 9 മണിക്ക് OP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ OP ഈ കൗണ്ടറിൽ OP വന്ന് ഇപ്പോൾ ഡോക്ടേഴ്സ് എത്തിയിട്ടില്ല, കറക്റ്റ് 9 o'clock ആകുമ്പോഴത്തേക്കും OP സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് OP. നമുക്കറിയാം, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോകുമ്പോൾ സാധാരണ കാണുന്ന ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കമത്തി വെച്ചിട്ടുള്ള സ്റ്റൂള് സാധാരണ നമ്മൾ കാണാറ്. വ്യത്യസ്തമായിട്ട് ബാമ്പു കാരണം അവരുടെ എക്സാം അല്ല, അവർ നമ്മൾ ഗസ്റ്റാണ്. അപ്പോൾ അവർക്ക് നമുക്ക് മാക്സിമം എന്ത് വേണം, അവർ കെയർ കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ്. ഇവിടെ ഇരിക്കുന്ന ഫേഷ്യസ് ആയിട്ട്, കാരണം ഒരു കൺജസ്റ്റൻ ഒരു ഡോക്ടർക്ക് ഒരു റൂമാണ്. സാധാരണ ചില ഹോസ്പിറ്റലൊക്കെ ഒരു റൂമിൽ 2-3 ഡോക്ടേഴ്സ് ഇരുന്ന് ഒരുമിച്ച് നോക്കുന്ന സിസ്റ്റം അവർക്ക് പ്രൈവസിനെ ബാധിക്കും. ഇവിടെ ആ സിസ്റ്റം ഇല്ല. ഇവിടെ എല്ലാവർക്കും എല്ലാ പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനും ബുദ്ധിമുട്ടാണ്. ആ ഒരു കോൺസെപ്റ്റിലാണ്. അങ്ങനെ 3 OP ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട്.
പിന്നെ ഇവിടുത്തെ ഒ പിയിൽ കാണിച്ച രോഗികൾ പിന്നെ ഡയറക്റ്റ് പോകുന്നത് ചിലപ്പോൾ ഫാർമസിയിലേക്കായിരിക്കും. ഫാർമസി കൗണ്ടർ അവർ കറക്റ്റ് 9 o'clock ഓപ്പൺ നമുക്ക് എടുക്കാം. പിന്നെ അവർ നേരെ പോകും. ഇപ്പോൾ ലാബിലേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ലാബിൻ്റെ ഇത് ടോക്കൺ കാണിച്ച് കഴിഞ്ഞിട്ട് അവരിവിടെ വെയിറ്റ് ചെയ്ത് അവർക്ക് ബ്ലഡ് എടുക്കാനോ കാര്യങ്ങൾ എല്ലാവിധ ടെസ്റ്റുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് BPL കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ മിനിമം റേറ്റ് നമ്മൾ വാങ്ങുന്നത് അതല്ല കമ്പാരിറ്റീവ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഭയങ്കര കുറവാണ്. പിന്നെ എല്ലാവിധ എക്യുപ്മെൻറ്റ്സും നമ്മൾ ഒരു മേജർ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോലെ എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതാണ് ഇത് ആക്ച്വലി നൂൽപ്പുഴ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗ്രാമത്തിലുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവർക്കും ഈക്വൽ ഹെൽത്ത്. ഇപ്പൊ പൈസ ഉള്ള ആളുകൾക്ക് ഇപ്പൊ ഈ ലോകത്ത് എവിടെ പോയാലും ചികിത്സ കിട്ടും. പക്ഷെ ഒരു പാവപ്പെട്ടവന് അവൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാസ്റ്റ് നമ്മൾ പോകുന്നുണ്ട്. അവിടെ വന്ന് എനിക്ക് അതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാവും. ഒരു സാധാരണക്കാരന് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ഒരു 1 വീക്ക് പനിച്ച് കിടന്നു കഴിഞ്ഞാൽ 8 അവൻ്റെ വീട് പട്ടിണിയാണ്. കാരണം ഇന്ന് കേരള ജനം ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നത് അവൻ്റെ ആരോഗ്യത്തിലാണ്. അപ്പോൾ അതിലെ കാരണം ചിലപ്പോൾ അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കാരണം ഇവിടെ എല്ലാവരും പൈസ ഉള്ള ആളുകളാവണമെന്നില്ല. സാധാ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ് നൂൽപ്പുഴ പഞ്ചായത്ത്. ഇവിടെ വരുന്ന ആളുകൾക്ക് മാക്സിമം കെയർ ഇവിടെ നിന്ന് കൊടുക്കുക. പ്രത്യേകിച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റി ഒന്നും അധികം ലോങ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അല്ല ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനിയിപ്പോ അഥവാ ഒരു പേഷ്യൻസിന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർ പേഷ്യൻസിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഉണ്ട് ഇവിടെ. ട്രൈബ്സിന് വേണ്ടി മൊബൈൽ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 9 മണി കഴിഞ്ഞാൽ ആ ടീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർ ചോദിക്കാം. എല്ലാ ടെസ്റ്റുകളും എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക്. പിന്നെ ഇല്ല പിന്നെ ഞങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ ഞങ്ങൾക്ക് ഇവിടെ 4 പേരുണ്ട്. ഇതാണ് ഇവിടുത്തെ സീനിയർ ലാബ് ടെക്നീഷ്യനാണ്. പിന്നെ ഇവർ ലാബ് അസിസ്റ്റൻ്റ് ആണ്. ഇനി 2 പേരും കൂടെ ഉണ്ട് നമുക്ക്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് സ്റ്റാഫാണെങ്കിലും ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നു. ശരിക്കും ഒരു ജോലിക്ക് വരുമ്പോൾ നമ്മുടെ ആംബിയൻസ്, നമ്മുടെ സറൗണ്ടിങ്സ് നല്ലതാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അല്ല തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആ കോൺസെപ്റ്റ്, അതായത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ ഞങ്ങൾ ഇവിടെ എല്ലാ മാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അവരുടെ പ്രശ്നം, അവരുടെ വർക്ക് അറ്റ്മോസ്ഫിയർ പെർഫെക്റ്റ് ആയ സ്മൂത്ത് ആയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവർക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ വർക്കിംഗ് ഏരിയ അത് അവർക്ക് കംഫോർട്ടായിരിക്കണം. ഓക്കെ ശരി. കാഴ്ച പരിശോധന റൂമാണ്. അവിടെ എല്ലാവിധ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്. ഇത് വയോജനങ്ങളെ കോൺസെപ്റ്റ്, ഇത് വയോജന കോർണറാണ്. വയോജനങ്ങൾക്ക് പണ്ടത്തെ ഒരു ചാരു കസാര കോൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ലാബിൽ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 1/2 മണിക്കൂർ എടുക്കും ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടാൻ. ആ സമയത്ത് അവർക്ക് ഇവിടെ റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം, TV കാണാം. നമ്മൾ അത്ര റിലാക്സ് ചെയ്തിരുന്ന് നമുക്ക് റിലാക്സ് കാരണം ഒരു കംഫോർട്ടായി ഇരുന്ന് അവർക്ക് TV എല്ലാം കണ്ട് റിലാക്സ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഡോക്ടറെ കാണിച്ച് മെഡിസിൻസ് വാങ്ങിയിട്ട് അവർക്ക് പോകാം. ഇത് അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഇന്നത്തെ യൂത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡ്രഗ് അഡിക്ഷൻ അങ്ങനത്തെ പല ഇൻ്റർനെറ്റ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ വൈകുന്നേരം നമ്മൾ ധാരാളം ഗ്രൗണ്ടുകൾ കുട്ടികൾ ആക്റ്റീവ് വെച്ച് ഇന്ന് എല്ലാവരും മൊബൈലിലും മറ്റു അഡിക്ഷൻ, അതോടൊപ്പം തന്നെ ഡ്രഗ് യൂസ് കൂടിക്കൂടി. അപ്പോൾ അവർക്ക് യൂത്തിന് ഒരു ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകാൻ, അവർക്കൊരു ബോഡി ഫിറ്റ്നസ് കുറിച്ച് കണ്ടാണ് ഈ പഞ്ചായത്തിൽ ആദ്യത്തെ ഒരു മൾട്ടി ജിമ്മാണ്. നിങ്ങൾക്ക് ആദ്യ ഹോസ്പിറ്റൽ ഞങ്ങൾ ഇവിടുത്തെ യൂത്തിന് വേണ്ടി പടം തന്നെ ഒരു മൾട്ടി ജിമ്മിൽ പോകുന്ന ഒരു ഫീലാണ്. നോക്കിക്കോ, ജിം നോക്ക്. അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. 8 മണിക്ക് ഇത് ആരംഭിക്കും ജിമ്മ്. പിന്നെ 9 മണിക്ക് ഞാൻ ഇപ്പോൾ ലേഡീസ് വരും. അതെ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ വരാറുണ്ടോ? പേരെങ്ങനെയാണ്? ജാസ് അല്ലേ? ഓക്കെ. അല്ല ഇവിടുന്ന് ഈ ഒരു പഞ്ചായത്ത് വിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടോ കളിക്കാനാ? അല്ലാതെ പുറത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റി അതായത് നമ്മുടെ കണ്ടിട്ടില്ല. ഇതൊരു ഫാക്റ്റാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റ് ഓഫീഷ്യൽസും ഇതൊന്ന് കണ്ട് ഇതിന് വേണ്ട, അതായത് ഓരോ ഗ്രാമപഞ്ചായത്തും കേരളത്തിൽ
ചില്ലുവാനത്തോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട്. പക്ഷെ അതിലൊരു ഗ്രാമപഞ്ചായത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയൊരു ഇവിടെ ട്രെയിനർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മന്ത്ലി 250 വാങ്ങുന്നുണ്ട് ഞങ്ങൾ. മിനിമം ഇതിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. കാരണം ഒരു ട്രെയിനർ ഉണ്ട് ഇതിൽ. നോർമൽ എവിടെ ജിമ്മിൽ പോകാൻ പറ്റും. എക്യുപ്മെന്റ്സ് ഇവിടെ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. മാത്രമല്ല ഞങ്ങൾ ഇത് പണ്ടത്തെ ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസിൻ്റെ ഏരിയ ആയിരുന്നു. അത് ഞങ്ങൾ ഇങ്ങനെ മാറ്റിയെടുത്താണ്. ഞങ്ങൾ ഇവിടുത്തെ മരങ്ങൾ മുറിക്കാതെയാണ് ഞങ്ങൾ ഒരു പ്രകൃതിയെ ഇവിടുത്തെ അധിക കൺസ്ട്രക്ഷൻസ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്കോ ഫ്രണ്ട്ലിയാണ്. ഇപ്പം നമ്മൾ പെൺമാണെങ്കിൽ തന്നെ 2 മരങ്ങളുടെ അടിയിലാണ് കാണാൻ പറ്റും ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു മരങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനി കാർബൺസ് ഇനിയിപ്പോൾ ഇവിടെ ആവശ്യം എന്താ വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ജനങ്ങൾ കൂടി വരികയാണ്. ഇവർക്ക് ഇനി ഇത് മുകളിലേക്ക് ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് MP-ക്കൊക്കെ. കാരണം ഇവർക്ക് സ്പേസ് ഭയങ്കര കൺസ്ട്രക്റ്റ് കുറേ ആളുകൾ വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇല്ല, എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട് ഇവിടെ. ഒരു 900 രൂപ 900 എങ്ങനെയെങ്കിലും കൊടുക്കേണ്ടി വരും. മിനിമം 1000 സാധാരണ ഇതിൽ ചിലപ്പോ കുറച്ചൊക്കെ കിട്ടുമായിരിക്കും. നാളെ മുതൽ ഇനി ഇവിടെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് ഇങ്ങനെ ചെയ്യാമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ പോവാണ്. ഇപ്പം നമ്മൾ യൂത്തിനെല്ലാം കവർ ചെയ്തു. ഇനി നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാൻ പറ്റും. പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇന്ത്യൻ ബനിയൻ കൾച്ചർ എന്ന് പറയും. പണ്ടൊക്കെ സർപ്പഞ്ച് ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഒരു വില്ലേജിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നാട്ടുകൂട്ടാൻ ഒരു പ്രമാണി ഉണ്ടാവും. ആൾ വന്ന് ഇരുന്നിട്ട് ജനങ്ങളൊക്കെ വന്ന് ഇരുന്ന് അവർ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഒരു ആൽത്തറ കോൺസെപ്റ്റ് കൊണ്ടു വന്നിട്ടുള്ളത്. ഇവിടെ വൈകുന്നേരം വയോജനങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ അവർക്ക് അവർക്കുള്ള ബോഡി ഞങ്ങളൊരു വർക്ക് നടക്കുകൊണ്ട് ജസ്റ്റ് മാറ്റി വെച്ചത്. ഇതൊരു ആൽത്തറ കോൺസെപ്റ്റാണത്. ഇവിടെ ഭയങ്കര ഒരു പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിരാവിലെ ഇവിടെ വന്നിങ്ങനെ ഇരുന്നാൽ മതി. 10 മിനിറ്റ് നല്ല റിലാക്സ്. ഭയങ്കര റിലാക്സ് ഇവിടെ രാവിലെ വന്ന് ഇരിക്കുക. ഭയങ്കര അവർക്കൊരു റിലാക്സ് മൈൻഡ് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞത്. അതപ്പോൾ ഇനി ഞങ്ങൾ അടുത്തൊരു കോൺസെപ്റ്റ് ഇവിടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് അതിൽ പാട്ട്, കൾച്ചർ പ്രോഗ്രാംസ് അവർക്ക് വേണ്ടി. കാരണം നമുക്ക് ഇന്നത്തെ കാലങ്ങളിൽ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ ഈ അച്ഛനും ഭർത്താവും ഭാര്യയും ജോലിക്ക് പോയി, മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വയോജനം ഒറ്റപ്പെടുകയാണ്. അപ്പോൾ അവരൊരു ഡേ കെയർ പോലെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റൽ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. അവർക്ക് ഇവിടെ വൈകുന്നേരം വന്ന് ഇരുന്ന് ഫുൾ ഡേ രാവിലെ വൈകുന്നേരം വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ പാടി തിരിച്ച് ഫുൾ ഭക്ഷണം എല്ലാം കൊടുത്ത് വൈകുന്നേരം റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതായത് നമ്മൾ ഒരു അസുഖം വരുമ്പോൾ ചെന്ന് 2 മരുന്ന് കൊടുക്കുക എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരാളുടെ ഒരു ഓവറോൾ വെൽനെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ വെൽനെസ് ആണ്. അതെ. ഇനി ഇത് നമ്മൾ വെൽനെസ് ലോഞ്ചാണ്. അതായത് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാനും മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചിട്ടാണ് ഇത് വെൽനെസ് ലോഞ്ച് എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകാൻ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞതിനകത്ത് മാക്സിമം എവിടൊക്കെ ഏതെല്ലാം രീതി ഫണ്ടുണ്ടോ എല്ലാം നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഫണ്ട് നമ്മൾ ഇവിടുത്തെ മുൻ ലോക്സഭ MP രാഹുൽ ഗാന്ധി MPയുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എളമരങ്കര MP രാജ്യസഭ MPയുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട PT ഉഷയുടെ ഫണ്ട് 30 lakhs നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. പിന്നെ MLAയുടെ ഇവിടുത്തെ ബത്തേരി MLA IC ഭാഷ MLAയുടെ ഫണ്ടാണ് ഈ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും MLAയുടെ ഫണ്ടാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ഫിസിയോതെറാപ്പീൻ്റെ ബാക്കി എക്സ്റ്റൻഷനും സ്പീച്ച് തെറാപ്പി ഇതൊക്കെ കൂടാതെ ഇവിടെ എത്തുന്ന ഇത് കഴിഞ്ഞൊക്കെ മനസ്സിലാവും, ഗൗരവം മനസ്സിലാവും. ഒരു ശരിയും തളർന്ന രോഗി അയാളിപ്പം ഫിസിയോതെറാപ്പി ചെയ്ത് ബെറ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കയ്യിൽ തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക, എന്തെങ്കിലും തൊഴിൽ LED ബൾബ് നിർമ്മാണം ആ ഒരു കോൺസെപ്റ്റാണ് ഈ ബിൽഡിങ്ങിൽ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. രോഗികൾക്ക് ചികിത്സ മാറുന്നതോടൊപ്പം അവർ വരുന്ന പീരീഡ്സിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം കൂടി ഞങ്ങളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അവർക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും
അപ്പോൾ അവർ മാസങ്ങളോളം ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏതായാലും ഒരു പേഷ്യൻ്റ് ഇവിടെ 6 മാസം 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൂടി ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ തൊഴിൽ പരിശീലനം കൂടി ഞങ്ങൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇവിടെ ഷിപ്പ് ലോക്ക് ചെയ്യുന്ന സ്ഥലം വരും. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതല്ല ഈ ബിൽഡിങ്, ഈ ഫിസിയോതെറാപ്പി ബിൽഡിങ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ടിൽ ചെയ്ത് വർക്കാണ്. അവർ ഈ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ട് എന്നോട് ചോദിച്ച ഫസ്റ്റിന് ആവശ്യപ്പെട്ടത് എനിക്ക് ഇനി വേണ്ടത് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അപ്പം അന്ന് പറഞ്ഞാൽ അവർ ഉടനെ തന്നെ ഡോക്ടർ പ്രപ്പോസൽ തന്നോട് ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റൽ ഫസ്റ്റായിട്ട് CSR ഫണ്ട് വന്ന പ്രൊജക്റ്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR. അപ്പം ഈ ഫിസിയോതെറാപ്പീൻ്റെ പേരാണ് ദീപം. ദീപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ്, വെളിച്ചം. ഇതിന് ഫുൾ ഫോം ഉണ്ട്, ഡിസബിലിറ്റി ഇൻ പീഡിയാട്രിക് ആൻഡ് അഡൾട്ട് മാനേജ്മെൻറ്റ്. കുട്ടികളുടെയും മുതിർന്നവരുടെയും റീഹാബിലിറ്റേഷൻ. പിന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് അതിലേക്കാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇത് കണ്ടോ, ഇതിപ്പോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ടാണ്. അപ്പോൾ ഈ ഇപ്പൊ കോർപ്പറേറ്റ്സിന് ഇത്ര ശതമാനം അവരുടെ ഇൻകം CSR ഫണ്ടിലേക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയുടെ CSR ഫണ്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് എന്ത് CSR ഫണ്ട് കിട്ടിയാലും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് CSR ഫണ്ട് ഇവിടെ ചെലവഴിക്കാൻ ഒന്ന് എൻകറേജ് ചെയ്യാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ ബിൽഡിംഗ് തന്ന ശേഷം വീണ്ടും അവർ ഇങ്ങോട്ട് 40 lakhs കൂടി അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഫ്ലോറും കൂടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് കേട്ട് അവർ 12 lakhs തന്നു, ഓൾറെഡി തന്നു, അവർ സാങ്ഷൻ ആക്കി തന്നു. അതിൻ്റെ വർക്ക് ഇപ്പോൾ പിന്നെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ റീഹാബിലിറ്റേഷൻ പർപ്പസിൽ, കാരണം ഇന്ന് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് അടക്കം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രോഗികൾ വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ തിരക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് 2 ഫ്ലോർ. ആക്ച്വലി ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡോക്ടർ ലിപ്സി ഉണ്ട്, ലിപ്സിയുടെ ഹസ്ബൻഡ് ഉണ്ട്, പുള്ളിക്കാരനാണ് ഈ ഫ്ലോറ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു അല്ല ഡോക്ടർ ലിപ്സിയുടെ ഹസ്ബൻഡ് ആർക്കിടെക്റ്റാണ് നെവി എന്ന പുള്ളിൻ്റെ പേര്. പുള്ളി അത് ഡിസൈൻ. പുള്ളി അന്ന് എന്നോട് ചോദിച്ചു ഡോക്ടർ ഇതിന് മുകളിലേക്ക് എടുക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുകളിലേക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചത് ജിമ്മായിരുന്നു, ഇൻഡോർ ജിമ്മായിരുന്നു, താഴെ ഗ്രൗണ്ട്. അപ്പോൾ പുള്ളി അത് നല്ല കോൺസെപ്റ്റിൽ പുള്ളി ഡിസൈൻ ചെയ്തു തന്നു. പക്ഷെ തിരക്ക് കൂടിയപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾ എന്ത് ചെയ്തു, പേഷ്യൻസിന് കൊടുത്തു. അപ്പോൾ അന്ന് നമുക്കിതിൽ സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾക്ക് കനറ ബാങ്കിൻ്റെ CSR ഫണ്ടിൽ കനറ ബാങ്കിൻ്റെ CSR ഫണ്ടിൽ ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടി. കാരണം ഏറ്റവും പേഷ്യൻസ് വന്നപ്പോൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ലിഫ്റ്റ് വന്നു. അതിന് ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഫിനാൻഷ്യൽ ഇതിലാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞത്. അതെ, ബഹുമാനപ്പെട്ട ജില്ല വയനാട് ജില്ല CSR ഫണ്ട് തരാം. അല്ല, അത് സർക്കാരിന്റെ ഒരു നിയമമാണ്. ഇത്ര ശതമാനം ഇത്ര കോടിയിൽ കൂടുതൽ വരുമാനമുള്ള കോർപ്പറേറ്റ്സ് ഇത്ര ശതമാനം CSR ഫണ്ടിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് നിയമം. ഇത് താമരശ്ശേരിന്ന് പേഷ്യന്റ് വന്നിട്ടുണ്ട്. ഇവരെ കണ്ടാൽ മതി. പേഷ്യന്റ് ആംബുലൻസിലാണ്, ഇനി പോയി കണ്ടോക്ക്. ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ അതെ ഇവർ വരുന്നത് ഞങ്ങൾക്ക് കുറേ പേഷ്യൻസ് കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, വയനാട് ജില്ലയിൽ നിന്ന് പുറത്തു നിന്നൊക്കെ ധാരാളം പേഷ്യൻസുകൾ ഞങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ പേഷ്യൻസിന്റെ എല്ലാം ഇല്ലാതായി പോയി. നല്ലതാണ്, നമുക്കും ഒരു സന്തോഷം. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ പലതും കേട്ടപ്പോൾ തന്നെ എന്റെ കിളി പോയി. ചെറിയൊരു ബിൽഡിങ്ങിൽ ഇതിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി ബഹുമാനപ്പെട്ട വയനാട് MP ആയിരുന്ന സമയത്ത് അല്ലേ, സമയത്ത് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് എക്യുപ്മെന്റ്സ്, ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് മുകളിൽ കാണാൻ പറ്റുമോ? എല്ലാം പോകുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് ധാരാളം കാർഡുകളാണ്, കോളനികളുണ്ട്. അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് ക്യാമ്പ് നടത്തി 4 വീൽ വണ്ടി വേണം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം രാഹുൽ ഗാന്ധി MP ആയ സമയത്ത് ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് ഒരു വാഹനം മഹീന്ദ്ര ടാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കാനറ ബാങ്കിൻ്റെ CSRലാണ് അവർ നമുക്ക് ഈ ലിഫ്റ്റ് തന്നത്. കാരണം വെച്ചാൽ അതിന് കമ്പനി പ്രതികൾ വന്നു, അവർ കണ്ടു ബോധ്യപ്പെട്ടു. കാരണം ഇത്രയും രോഗികൾക്ക് ഇവിടെ ചികിത്സ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കും കൂടി നമുക്ക് പേഷ്യൻസിന് ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവർ ലിഫ്റ്റ് ആവശ്യപ്പെട്ടവർ നമുക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാനറ ബാങ്കിൻ്റെ ലിഫ്റ്റ്. നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റിൽ നമുക്ക് പോകുമ്പോൾ മുകളിലെ ഭാഗം കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഫിസിയോതെറാപ്പിയിലേക്ക് കടക്കുകയാണ്. ഇനി ഇതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എന്നെക്കായും വളരെ ഭംഗിയായിട്ട്
പറയാൻ സാധിക്കുക ഇവർക്കായിരിക്കും. ഡോക്ടറാണല്ലേ? പേരെന്താ ഡോക്ടറെ? എൻ്റെ പേര് ഡെൽന. How you feel here? ഇവിടെ ഞാൻ വന്നിട്ടൊരു 1.5 വർഷത്തോളമായി. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഭയങ്കര ഹാപ്പിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ്. നമ്മളിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും അത്രയും കോപ്പറേറ്റീവാണ്. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും മറ്റുള്ളവർ ഞങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഞങ്ങളിവിടെ ലേഡീസ് സ്റ്റാഫ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്കിങ്ങനെ ഭയങ്കര സ്ട്രെസ്സോ പ്രഷറോ ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാം കൊണ്ടും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം കൊണ്ടും സാറാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എന്താവശ്യമായിട്ട് ഫിസിയോതെറാപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞ് സാറിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ സാർ അത്രയും നന്നായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തു തരാറ്. അപ്പോൾ സാറേ നമുക്ക് ശ്രദ്ധിക്കണം, ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥനാണ് തളർന്നിരിക്കെങ്കിൽ ആദ്യത്തെ 2-3 മാസം സംഘടനകളും എല്ലാവരും കിറ്റ് കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. അവൻ്റെ മക്കൾ അതായത് സ്കൂൾ പഠനം ഇത് വർഷത്തിലൊരിക്കൽ ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം ആ കുടുംബം മുന്നോട്ട് പോവില്ല. പിന്നെ അപ്പോൾ അവൻ്റെ അഭിമാനം എന്തേയില്ല, മറ്റുള്ള കൈ നീട്ടാൻ അവനെ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ സ്ട്രോക്ക് വന്നൊരാളെ ഫിസിയോതെറാപ്പി ചെയ്ത് ഒന്ന് നിൽക്കാൻ സഹായിച്ചാൽ അവർക്ക് ലോട്ടറി വിറ്റിട്ടാണെങ്കിലും അവനക്കൊരു ഒരു കട ഇട്ടിട്ടാണെങ്കിലും അവനക്ക് എന്ത് ചെയ്യും, അവൻ്റെ കുടുംബം അന്തസ്സായിട്ട് പോറ്റാൻ പറ്റും. കാരണം അവൻ തളർന്ന് പോയി വിചാരിച്ച് അവൻ്റെ ലൈഫ് അവസാനിക്കുന്നില്ല. രണ്ടാമത് പുതുജീവൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഏറ്റവും അഡ്വാൻസ്ഡ്. കാരണം ഈ കാണുന്ന ഷോക്ക് വേവ് തെറാപ്പി ഇത് നമ്മളെ മസിൽ ഇഞ്ചുറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. ഇത് പുറത്ത് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യുന്നത് ഒരു സിറ്റിങ്ങിന് 1000 മുതൽ 2000 വരെയാണ്. ഒരു സിറ്റിങ്ങിന് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ വാങ്ങുന്നത് 50 to 100 റുപ്പീസാണ് വാങ്ങുന്നത്. ഈ സെയിം മോഡൽ സെയിം എക്യുപ്മെൻറ്റ് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കണമെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് 1500 to 2000. ഞങ്ങൾ വാങ്ങുന്നത് 50 to 100. ഇത് ഡീകംപ്രഷൻ യൂണിറ്റ് എന്ന് പറയും. ഇത് ഇപ്പം സ്പൈനലിൽ ഇപ്പോൾ IVDP അതായത് ഡിസ്ക് പ്രൊലാപ്സ് വരിക അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഏത് ലെവലാണോ നമുക്ക് കംപ്രഷൻ വേണ്ടത്, ഡീകംപ്രസ് ചെയ്യേണ്ടത് ആ ലെവലിൽ വെച്ചിട്ട് ഇത് അതിനെ ഡീകംപ്രസ് ചെയ്യും. അപ്പോൾ എന്താ പേഷ്യൻസിന് ഭയങ്കര എഫക്റ്റീവാണ്. ഇവിടെ കുറേ അതായത് IVDP പോലുള്ള ഒരു IVDP പേഷ്യൻസ് ഉണ്ട്. സെർവൈക്കൽ സ്പോണ്ടിലോസിസ് IVDP വരുന്നത്, സെർവൈക്കൽ ലംബാർ IVDP വരുന്നവർക്ക് നമ്മളിത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഭയങ്കര എഫക്റ്റീവാണ്. ഭയങ്കര പെയിൻഫുള്ളായിട്ട് അതായത് കയ്യിലേക്കൊക്കെ ഭയങ്കര തരിപ്പും വേദനയായിട്ട് വരുന്നവർക്ക് നല്ല ആശ്വാസമുണ്ട്. ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് IVDP അതായത് ബാക്ക് പെയിനും അതേപോലെ സെർവൈക്കൽ പെയിനും ഉള്ളവർക്ക് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡിസ്ക് തള്ളി എന്നൊക്കെ പറയില്ലേ, ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ സർജറി ഇല്ലാതെ തന്നെ ഈ DTS തെറാപ്പി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കൈകാലുകൾ തരിപ്പ്, ഇപ്പോൾ ഈ സർവൈക്കൽ ഡിസ്കിനൊക്കെ വന്നാൽ കൈകൾ തരിപ്പ്, ഇപ്പോൾ ലംബാറൊക്കെ ആണെങ്കിൽ ഡിസ്ക് ഭാഗത്തിൻ്റെ കാലിന് തരിപ്പ്, ബാക്ക് പെയിൻ, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് സർജറി ഇല്ലാതെ ഈ DTS തെറാപ്പി വഴി നമുക്ക്. ഇത് വയനാട് ജില്ലയിൽ ഗവൺമെൻറ് സെക്ടറിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ഞങ്ങൾക്കാണ് ഇത്ര അഡ്വാൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള പ്രൈവറ്റ് നമ്മളിപ്പോൾ കണ്ടില്ലേ താമരശ്ശേരി പല സ്ഥലത്തും ആളുകൾ പേഷ്യൻസ് താമരശ്ശേരി മാത്രമല്ല, ഞങ്ങൾക്ക് പത്തനംതിട്ട മുതൽ ഞങ്ങൾ പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ പത്തനംതിട്ട നിന്ന് വന്നിട്ടുണ്ട്, അല്ല പത്തനംതിട്ട പേഷ്യൻസ് വന്നിട്ടുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹന എന്ന് പറയും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഹനൻ്റെ കൂടെ എനിക്കൊന്ന് 5 ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഇപ്പം നിലവിൽ. 5 ആൾ, 2 അസിസ്റ്റൻറ്റും ഉണ്ട്. ഇത് ടെക്കാർ അതൊക്കെ പെയിൻ മാനേജ്മെന്റ് ജസ്റ്റ് ആണ് മാറ്റി തരാം. തെറാപ്പി എന്ന് പറയും സെയിം ഫോർ പെയിൻ മാനേജ്മെൻ്റ് ആണ്. അക്യൂട്ട് പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡീപ്പ് പെയിൻ ആണെങ്കിലും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടെക്കാർ തെറാപ്പി. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. പിന്നെ ഈ സൈഡ് ഫുള്ള് നമുക്ക് പെയിൻ മാനേജ്മെൻ്റ് ആണ്. സെയിം കോമ്പിനേഷൻ തെറാപ്പി എന്ന് പറയും വിത്ത് ടെൻസ് IFT, അതേപോലെ തന്നെ കപ്പിങ്ങും കൂടി ഉണ്ട്. എങ്ങോട്ടായി ചവിട്ടി പോകുന്നത്? നല്ല പാട്ട് പാടും കേട്ടോ. അല്ല അല്ല പാട്ട് ഒറ്റാളാണ്. സുരേന്ദ്രനായിരുന്നു. ഒരു ആക്സിഡന്റ് ആയിരുന്നു, ട്രാക്ടർ ആക്സിഡന്റ്. ഇപ്പോൾ 10 മാസമായി. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ആൾ കൂടി എന്നെ പിടിച്ചൊന്ന് വീൽ ചെയറിലേക്ക് ഇരുത്താനോ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണോ ഇതിൽ അവിടെ പോകുന്നത് 4 ആളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീൽ ചെയറിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കയറിയിരിക്കും. ഇവിടെ വന്ന് തെറാപ്പി ചെയ്യാൻ തുടങ്ങി 6 മാസം. വളരെ സന്തോഷം. എങ്ങോട്ടായി ഓടുന്നത്, എങ്ങോട്ടായി പോകുന്നത്, ചവിട്ടി പോകുന്നത്? എന്റെ മുട്ടിന് ഭയങ്കര പിടുത്തമായിരിക്കാം. അത് കാരണം ഞാൻ താമരശ്ശേരി ചുരം വഴിയാണോ കയറി വരുന്നത്?
അതിന് വലിയ ചെലവാ. ചെറുതല്ലേ? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനാണ്. തിരുനെല്ലി മൂലങ്കാവിൻ്റെ അടുത്ത്. മൂലങ്കാവ് അല്ലേ? ഞങ്ങളങ്ങ് ദൂരെന്നാ, പത്തനംതിട്ടയിൽ നിന്ന് വരികയാണ്. നിങ്ങളുടെ ഈ ഒരു ഹെൽത്ത് സെന്റർ ഒന്ന് കാണാൻ വേണ്ടിയുള്ള. ഇവിടെ വരുന്നവർക്കൊക്കെ സുഖമായി പോകുന്നുണ്ട്. അത് തന്നെ ഒരാഴ്ചയായുള്ളൂ. ഒരാഴ്ചയായുള്ളൂ. എങ്ങനെയുണ്ട്? നടക്കാനായിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നടക്കട്ടെ. CSR ഫണ്ടാണ്, കാനറ ബാങ്കിന്റെ CSR ഫണ്ട്. ശരിക്കും പറഞ്ഞാല് ഇതിന്റെയൊക്കെ തലയാരാണ്? നമ്മളുടെ ടീം വർക്കാണ്. പിന്നെ നമുക്ക് എല്ലാത്തിനും നമ്മളൊരു പ്രൊജക്റ്റ് വെച്ച് ഇതാണ് നമ്മൾ ചെന്ന് സംസാരിച്ച് അപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ എത്ര ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞ ഏകദേശം എനിക്ക് അൺകൗണ്ടബിൾ ആണ് ഒരു അതിനൊരു കാരണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് 2016 ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യേണ്ട ഓൾഡ് ഫോട്ടോസ് അങ്ങനെ. അപ്പോൾ അവിടെ മാറ്റി വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 10 CR മുകളിൽ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി തന്നെ ഞാനിപ്പോൾ ഒരു 2 CR ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ വന്നാണ്, പറഞ്ഞു കൊടുക്കുക. വിഷയ് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. പേരെന്താ? സഹൽ. സഹൽ അല്ലേ? സാലിന്റെ ഉമ്മയാണ്. ഭയങ്കര ഹാപ്പി ആണല്ലോ സഹൽ. അതാ സാലിന്റെ ഉപ്പയാണ്. വീട്ടിൽ പോകുന്നുണ്ടോ? സഹലാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. സഹലാണ് ഇതെല്ലാം ഓടുന്നത്. ഓക്കെ ഓക്കെ. ഇതെല്ലാം അതൊരു മോഡാക്കി അല്ലേ? നമ്മളെ നിങ്ങൾ പറഞ്ഞ പോലെ കാലിനൊക്കെ ഇഞ്ചുറി വന്നിട്ടൊക്കെ വന്ന് കാൽ മടങ്ങാതൊക്കെ ആവുന്ന ആളുകളില്ലേ, അവർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. മെയിൻ റിഹാബിലിറ്റേഷൻ മെയിൻ ആയിട്ട് വരുന്നത്. പെയിനും ഉണ്ട്. സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിൽ തന്നെ റെസിഡ്യൂവൽ ആയിട്ട് കുറേ ഇമ്പയർമെന്റ്സ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാകും. അതായത് അവർക്ക് എഴുന്നേറ്റ് നടക്കാനുണ്ടാവും. അഗെയിൻ സ്റ്റെയർ ക്ലൈംബിങ് അല്ലെങ്കിൽ വാക്ക് ചെയ്യുന്ന ആ ഒരു സ്പീഡ് എല്ലാം കുറവായിരിക്കും. അപ്പോൾ റീഹാബിലിറ്റേഷൻ പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് സാധാരണ ട്രെഡ്മില്ലല്ല, ഇത് റിഹാബ് ട്രെഡ്മില്ലാണ്. അപ്പോൾ ഇതിന് ലേസർ ഓപ്പറേറ്റഡ് ആണ്. പേഷ്യൻ്റ് കാല് വെച്ചനുസരിച്ച് ഇതിപ്പോൾ ഈ അമ്മക്ക് ഫുൾ നടക്കാൻ ആയതുകൊണ്ട് നമ്മൾ ആ ലേസർ ഓഫ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ലേസർ മൂവ്മെന്റ് അനുസരിച്ച് മാത്രമേ ഇത് ബെൽറ്റ് മൂവ് ചെയ്യുള്ളൂ. ഇത് രാവിലെ സ്റ്റാർട്ടിങ് സ്ട്രോക്ക് പേഷ്യൻസിന് ആദ്യമായിട്ട് നടക്കുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ ഉണ്ടാവും. വീയോന്നൊരു പേടി കണ്ടിന്യൂസ്. സാധാ ട്രെഡ്മില്ലാണെങ്കിൽ ഇത് റിഹാബ് ട്രെഡ്മിൽ. ഇത് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി MP ഫണ്ടിൽ വാങ്ങിയിലേക്കും. അതേപോലെ തന്നെ വേറെ മൊഡാലിറ്റി ഉണ്ട് പുള്ളിയുടെ, ഒരു റൈമോൻ റോബോട്ട്. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചത്. പിന്നെ ഞങ്ങൾ ഏറ്റവും പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെർച്വൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയും. ഇത് കുട്ടികൾക്ക് നമുക്കറിയാം, സാധാരണ ഇപ്പോൾ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്പീച്ച് ഇഷ്യൂള്ള കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ A4 ആപ്പിൾ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബുക്കിൽ വേണം A4 ആപ്പിൾ. അപ്പോൾ സാധാരണ കുട്ടികൾ അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇവിടുത്തെ സ്പീച്ച് തെറാപ്പിസ്റ്റാണ് സോണി. നമസ്കാരമുണ്ട്. നമുക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സ്പീച്ച് തെറാപ്പി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യം കുട്ടി നമുക്കത് നമുക്ക് പോൾ സാറിന് വെച്ച് കൊടുത്താലോ അല്ലേ? അങ്ങോട്ടല്ല. ആപ്പിള് മോളിൽ നിന്നൊക്കെ വീഴുന്നുണ്ട് ടേബിളിലേക്ക്. താഴോട്ടൊക്കെ നോക്കിക്കേ. അറിയാതെ ഞെങ്ങുന്നുണ്ടേ. അവിടെയൊക്കെ ബോൾ കാണും. അടുത്ത പ്രസർ ബസ് പട്ടി വലിയൊരു ആന. എടുക്കാൻ പറ്റുമോ? ആ അതെടുത്തല്ലോ.
അപ്പൊ ഇങ്ങനെ കുറെ മൊഡാലിറ്റീസ് ഇതിലുണ്ട്. അത് കുട്ടികൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവർ ചെയ്യാൻ മടിക്കും ഈ സാധാരണ. അപ്പൊ ഇതാകുമ്പോൾ അവർക്ക് കളിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ നമുക്ക് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. അപ്പൊ ആ ഇതിലാണ്, ഈ കോൺസെപ്റ്റിലാണ് ഈ വെർച്വൽ റിയാലിറ്റി ഞങ്ങൾ ഇവരിത് കൂടാതെ എല്ലാവിധ ഇതും സ്പീച്ചുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻസ് ഒരു മസിൽ സ്ട്രെങ്തനിങ് ആയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും. ജസ്റ്റ് ഒന്ന് ഇവിടെ ആണോ, അവിടെയാണ് ബ്ലോസം വില്ലയിലാണ്, അങ്ങ് അങ്ങോട്ട് പോവാൻ. ചേച്ചി എങ്ങനെ ഉണ്ട് ഇപ്പോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചേട്ടാ? എന്നാ പറ്റിയ ചേച്ചിക്ക്? നല്ല അല്ലേ? എന്തോ പറ്റിയ ചേച്ചിക്ക്? സ്ട്രോക്ക് ആയി പോയി അല്ലേ? നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നടക്കുകയൊക്കെ ചെയ്യും അല്ലേ? എത്ര ദിവസമായി വന്നിട്ട് ഇവിടെ? ഒരു വർഷം കഴിഞ്ഞ് അല്ലേ? എന്തായാലും ഈ ഒരു സംഭവം ഫെസിലിറ്റീസ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം കേട്ടോ, സാധാരണപ്പെട്ടവർക്ക് വേണ്ടി. അല്ലേ, ഭയങ്കര. എങ്ങനെയുണ്ട്? കാലിന് ബുദ്ധിമുട്ട് ചെയ്തോ? ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? ശരിയായി വരുന്നല്ലേ? ഓക്കെ. ഇത് ഇതേപോലെ തന്നെ ശരീരം തളർന്ന ആളുകൾക്ക് ഇത് ഓരോ ഈ എക്യുപ്മെന്റ്, അപ്പോൾ ഓരോ മൊഡാലിറ്റി. ഇപ്പോൾ കാർ ഡ്രൈവിംഗ് ആണെങ്കിൽ നമുക്ക് സ്റ്റെയറിംഗ് കൊടുക്കാം. അത് സ്റ്റെയറിംഗ് അപ്പോൾ നമുക്ക് അവർക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതിൽ ഓരോരോ മൊഡാലിറ്റി കൊടുക്കും. ജസ്റ്റ് ഇതിൽ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ജോയിൻറ്റിൽ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സർജറി പോസ്റ്റ് സർജിക്കൽ കേസസിലൊക്കെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുമ്പോൾ സ്റ്റിഫ്നെസ് വരും ഒരു പർട്ടിക്കുലർ പീരീഡ്. പിന്നെ അതിന് ശേഷം നമ്മൾ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ തന്നെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും. അപ്പോൾ ഇതുള്ള നമുക്ക് വിഷ്വൽ ഫീഡ്ബാക്കും ഉണ്ട്, അതേപോലെ ഓഡിറ്ററി ഫീഡ്ബാക്കും ഉണ്ട്. ഇത് അസിസ്റ്റ് ചെയ്യും, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും ഇത്ര ആംഗിളിൽ മൂവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മൾ പ്രോഗ്രഷൻ ആണോ റിഗ്രഷൻ ആണോ എല്ലാം നമുക്കിതിൽ സേവ് ചെയ്യുകയും ചെയ്യാം. പേഷ്യൻ്റായിട്ട് നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് അറിയാം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിറ്റർ ചെയ്യണോ ചെയ്യുന്നത്. അതേപോലെ അത് നമുക്ക് ഫങ്ഷണൽ ആക്ടിവിറ്റീസിലോട്ട് ആക്കുകയും ചെയ്യാം. അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഗെയിം ബേസ്ഡ് ആണ്. അപ്പോൾ പേഷ്യൻസ് കുറച്ചും കൂടി എൻഗേജിങ് ആയിരിക്കും. ഗെയിം ബേസ്ഡ് ആണ്. ഗെയിം ബേസ്ഡ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് എന്ന് പറയും. അതായത് ഓരോ ഹോർണും വ്യക്തമായിട്ട് പ്ലാൻ ചെയ്താണ്. അതെ. നമുക്ക് നല്ലൊരു ടീമാണ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഹന ആണെങ്കിലും ഡെല്ലാണെങ്കിലും ഫുൾ ടീംസ് ഫുൾ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് സോണി, കൗൺസിലിംഗ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കൗൺസിലിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും അവർ ഡിപ്രസ്ഡ് ആയിരിക്കും. കാരണം അപ്പോൾ അതും എല്ലാം ഒറ്റ കൊടക്കിയിലെല്ലാം ലഭിക്കുക എന്നൊരു കോൺസെപ്റ്റാണ്. ഫിസിയോതെറാപ്പി സ്ഥലത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് സ്പീച്ച് തെറാപ്പി അങ്ങനെ ഒരിക്കലും സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒറ്റ കൊടക്കിയിൽ എന്ത് ചെയ്യുക കൊടുക്കുക കോൺസെപ്റ്റിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇതിപ്പോ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. മീൻസ് നമ്മളെ ഷോൾഡറിന്റെ ആക്ടിവിറ്റിയും റേഞ്ചും അലോങ് വിത്ത് ദാറ്റ് നമ്മളെ ബാലൻസിങ് അല്ലെങ്കിൽ കോഗ്നിഷൻ. അതായത് ഇതിലൂടെ തന്നെ പോകണം. ഈ പോയിന്റ്സ് കളക്ട് ചെയ്യണം. ഈ പോയിന്റ്സ് കളക്ട് ചെയ്യാം. അതെടുത്ത് മേടി വെക്കും അല്ലേ? നമുക്ക് ഓരോ ജോയിന്റിലും ഡിഫറെന്റ് അറ്റാച്ച്മെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഷോൾഡറിന് ആംഗിളിനുണ്ട്, നീനുണ്ട്, ഹിപ്പിനുണ്ട്, എൽബോക്ക് ഉണ്ട്. അപ്പോൾ പേഷ്യൻസിന്റെ നീഡ് അനുസരിച്ചിട്ട് ഈ മൊഡാലിറ്റി ഇത് മാറ്റി കൊടുക്കും. വേരിയസ് അറ്റാച്ച്മെന്റ് ഓരോ അറ്റാച്ച്മെന്റ്സ് നമുക്കുണ്ട്. പറയുമ്പോൾ അവർ ചെയ്യില്ല. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ എക്സസൈസും കിട്ടും, അവരെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അവരുടെ മസിൽ സ്ട്രെങ്ത്തിനൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും, അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം പലയിടത്തും ഞാൻ നോക്കിയാണ്. ലേഡീസ് അല്ലേ? ലേഡീസ് അവർ പറക്കട്ടെ എന്നുള്ള കോൺസെപ്റ്റ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏറ്റവും മികച്ചതിൽ ഒന്നാണെന്നുള്ളതാണ് നമുക്ക് ഇതിലിപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് 2010 ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്. 2018 ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രാഥമിക 98.4 മാർക്ക് ഞങ്ങളായിരുന്നു അന്നത്തെ ആ വർഷത്തിൽ ഞങ്ങൾ ടോപ്പ്. അപ്പോൾ ഓരോ 3 വർഷം കൂടി നമ്മളത് എന്ത് ചെയ്യാറുണ്ട്, പുതുക്കാറുണ്ട്. ഇപ്പോൾ 2022 ഞങ്ങൾക്ക് 94% മാർക്ക് കിട്ടി. ഇത് കൂടാതെ കായകൽപ അവാർഡ് ഹോസ്പിറ്റൽ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത് കൂടെ കേരള സർക്കാർ 4 കേരള പുരസ്കാർ അവാർഡുണ്ട്. അത് 3 വർഷം മുന്നേ
22-23 കേരളത്തിൽ ബെസ്റ്റ് പഞ്ചായത്തായിരുന്നു നൂൽപ്പ് പഞ്ചായത്ത്. കൺസിക്യൂട്ട് 2-3 വർഷം ജില്ല ഫസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ആൽമസ്കാർ അവാർഡിൽ. പിന്നെ NKS, പിന്നെ LSGD മിനിസ്റ്ററുടെ ബെസ്റ്റ് നിർവ്വഹണ ഉദ്യോഗസ്ഥനുള്ള അവാർഡ് ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഗർഭിണി നമ്മൾ കാണാൻ പോകുന്നുള്ളൂ, ഗോത്രസ്പർശം എന്ന് പറഞ്ഞിട്ട്. ആ പ്രൊജക്റ്റിൽ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗിൻ്റെ അവാർഡ് നമുക്ക് ഈ സ്ഥാപനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അഭിമാനമായി തോന്നിയിട്ടുള്ളത് നമ്മളെ WHO മുൻ സയൻറ്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ മാഡം സ്ഥാപനം വിസിറ്റ് ചെയ്തിട്ട് ട്വിറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാഡം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഭിമാനം. കാരണം അത് വേൾഡ് വൈഡ് ആയിരുന്നു മാഡത്തിന് ട്വീറ്റ് വൈറലായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഭിമാന മുഹൂർത്തം എനിക്ക്. കാരണം മാഡത്തെ പോലത്തെ ഒരു പേഴ്സണാലിറ്റി ഇത്രയും നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഒരു റൂറൽ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന റൂറൽ ആണ് കൂടുതൽ ആളുകളുള്ളത്. അപ്പോൾ അവർക്ക് ഒരു കോംപ്രഹെൻസീവ് പ്രൈമറി കെയർ ഒരു റിമോട്ട് ഏരിയ, ഒരു ട്രൈബൽ ബെൽറ്റിൽ കൊടുക്കാൻ സാധിച്ചത് ഭയങ്കരമാണെന്ന് മാഡം ട്വീറ്റ് ചെയ്തിരുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം, അങ്ങോട്ട് പോകാം. ഞങ്ങൾ IP ഇവിടെ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിലെ കയറാം കുഴപ്പമില്ല. ഫിസിയോതെറാപ്പിയിലെ അഡ്മിഷൻ ഉണ്ട്. ഇത് ഇവിടുത്തെ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്, സിസ്റ്റർ ഇവിടുത്തെ ഇൻചാർജ്. ഇത് സിസ്റ്റർ ടിങ്കിള്, ഇവിടുത്തെ ഹോസ്പിറ്റൽ അറ്റൻഡറാണ്. ഇവരൊക്കെ ഇവിടെ രോഗികൾ ഭക്ഷണം കഴിക്കാം അല്ലേ. ഡോക്ടർ ദിവ്യ, ഇവർക്കാണ് ഇവിടുത്തെ മറ്റു, എനിക്ക് അഡ്മിഷൻ ചാർജ്, ഇവർക്കാണ് ക്ലിനിക്കിൻ്റെ ഒക്കെ ചാർജ് ഉള്ളത്. ഡോക്ടർ ദിവ്യ ഡോക്ടറെ കുഴപ്പമില്ലല്ലോ. ഇത് ഡോക്ടർ ബിനിത, കയറിക്കോളൂ, കുഴപ്പമില്ല. ഇവരുടെ ഡെൻ്റൽ സർജനാണ്. ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്തോളൂ. സ്മൈലിൻ്റെ ആൽബോടെ നമുക്കിവിടെ എല്ലാം ബേസിക് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള ഫില്ലിങ്, എക്സ്ട്രാക്ഷൻസ് എല്ലാം ഉണ്ട്. കൂടാതെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ക്രൗണ്, ബ്രിഡ്ജ്, അതായത് ടൂത്ത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. RVG സിസ്റ്റം ഉണ്ട്, എക്സ്റേ സിസ്റ്റം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്റേ സിസ്റ്റം ഉണ്ട്. അതേപോലെ നമുക്കിവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, സ്മൈൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പുഞ്ചിരിക്കുന്ന നൂൽപ്പുഴ എന്ന് പറയുന്നത്. സ്മൈലിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് മെമ്മറീസ് ഇൻ ലൈഫ് ഓഫ് എൽഡർലി. സ്വീറ്റ് മെമ്മറീസ് ഇൻ ലൈഫ് ഓഫ് എൽഡർലി. സ്മൈൽ, വയോജനങ്ങൾ നമ്മൾ ചിരിക്കട്ടെ. കാരണം വെച്ചാൽ നമുക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അധിക പേർക്കും അവർ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ആയിരിക്കും. സ്ഥിരമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന, ഒരു പ്രഷറിന് പ്രമേഹത്തിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കും ഒരു അധിക പേരുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇൻസുലിൻ കുറിച്ച് ഇവർക്ക് നല്ല ആഹാരം കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല, നല്ലൊരു പല്ലില്ല. പക്ഷെ അത് അവരുടെ മക്കളോട്, കൊച്ചുമക്കളോട് എനിക്കൊരു പല്ല് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും പ്രായമായില്ലേ, ഇനി അപ്പച്ചൻ എന്തിനാ പല്ല് എന്നൊരു കോൺസെപ്റ്റ്, അവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങളിവിടെ പുഞ്ചിരിക്കുന്ന നൂൽപ്പുഴ എന്ന പ്രൊജക്റ്റ് ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ട് വെപ്പ് പല്ല് വെച്ച് കൊടുക്കുന്ന ഇത് ഇതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. ഓരോ ക്ലൈൻറ്റ് ഈ മാത്രമാണ് ഫ്രീ. പുറത്തുള്ളവർക്ക് വന്നാൽ പേയ്മെന്റ് കൊടുത്ത് അവർക്ക് ഫ്രീ ചെയ്തു പോവാം. എന്നാലും അറൗണ്ട് ഒരു 5,000 അടുത്തൊക്കെ അവർ വരുന്നുള്ളൂ. പക്ഷെ പുറത്ത് അറൗണ്ട് ഒരു 20,000 മുകളിലൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് ഓരോ ക്ലയൻസിന്റെ ഫോട്ടോ ആണ്. ഇവിടെ വന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു പല്ല് വെച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഗർഭിണി സൗജന്യമായിട്ട് 5 കിലോമീറ്റർ ചുറ്റുള്ള എത്തി. ആ വണ്ടി ഇപ്പം പിക്ക് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട്. അതിപ്പം അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് ആയി. അടുത്ത മാസം അതിൻ്റെ ഫിറ്റ്നസ് പുതുക്കണം. അപ്പോൾ അത് പെയിൻറ്റിങ്ങിന് വേണ്ടി സ്റ്റോപ്പ് നിർത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യായിരുന്നു. അത് ഇതൊരു മാതൃകയാണ് ഇത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് അല്ലേ, ഇന്ത്യയിലെ ഒട്ടുമിക്ക പഞ്ചായത്ത്, അതായത് വേൾഡിൽ തന്നെ ഇങ്ങനൊരു ഹെൽത്ത് സെന്റർ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഫാർമസി തന്നിട്ടുള്ള 4-wheel ഡ്രൈവ് വണ്ടിയാണ്, കാടുകളൊക്കെ ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ പൊതുജനാരോഗ്യ മേഖലയാണ്. ആരോഗ്യ മന്ദിർ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പബ്ലിക് ഹെൽത്ത് വിങ് ആണ്. ഇവിടെ ഞങ്ങൾക്കൊരു സ്റ്റോർ ഉണ്ട്. സ്റ്റോർ അത് തുറക്കണം. അതെ. അപ്പോൾ അത് പൊതുജനങ്ങൾ ആര് പുറത്ത് പ്രശ്നങ്ങൾ, കുട്ടികൾ കുത്തിയപ്പ് കാര്യങ്ങൾ. ഇനി നമ്മൾ പോകാനുള്ളത് ബ്ലോസം വില്ലാണ്. ബ്ലോസം വില്ല ഇവിടെയാണ് നമ്മളെ ഈ ബിൽഡിങ്ങിന് പ്രത്യേകത ഉണ്ട്.
ഇത് 2 ബിൽഡിങ്ങിൻ്റെ ഇടയിലെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ബ്ലോസം വില്ല എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. തുറന്നൊക്കെ നോക്കട്ടെ. വുമൺ ആൻഡ് ചിൽഡ്രൻ വെൽനസ് സെന്റർ. ഫുൾ ലൈറ്റ് ഇടുക. കയറാം. ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലായിടത്തും ഓരോരോ സംരംഭങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇത് ബ്ലോസം വില്ല എന്ന് പറയും. ഇപ്പോൾ ഇവിടെയാണ് നമ്മളെ സ്പീച്ച് തെറാപ്പി പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റ് കുട്ടികൾ. ഇത് നമുക്ക് വൈറ്റൽ സ്റ്റിം എന്ന് പറയും. നമുക്ക് സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന അസുഖമാണ് ഡിസ്ഫേജിയ, സ്വാലോ ഡിഫിക്കൽട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണം ഇറക്കുമ്പോൾ ഒന്നെങ്കിൽ തരിപ്പ് കയറുക, അല്ലെങ്കിൽ ചുമ വരിക, അല്ലെങ്കിൽ ഡ്രൂൾ ചെയ്ത് പുറത്തു കൂടെ പോവുക. നമ്മൾ ട്യൂബൊക്കെ ഇടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ടൈമിൽ അവർക്ക് നമ്മളുടെ മസിൽ സ്റ്റിമുലേഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്യുപ്മെന്റ് ആണ് നമ്മൾ ഈ വൈറ്റൽ സ്റ്റിം എന്ന് പറയുന്നത്. ബൈ മമ്മി, ബൈ മമ്മി, ബൈ. ഫീൽഡ് ഈ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഡോക്ടറെ? അല്ല, പൊതുവെ ഈ റിമോട്ട് ഏരിയ കൂടുതലും ആദിവാസികളുള്ള, അതായത് ട്രൈബ്സ് ഉള്ള ഒരു ഏരിയ. ട്രൈബിൽ മാത്രം ക്യാമ്പ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും എടുത്താണോ? ഓക്കെ. ചോദിച്ചതൊന്നുമല്ല, ഞങ്ങൾ ഫോറസ്റ്റായിട്ട് എപ്പോഴും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇത് നമ്മൾ പ്രതീക്ഷ നേരത്തെ സർ തുടക്കത്ത് പറഞ്ഞ പോലെ ഗർഭിണികൾക്കുള്ള താമസം, അതോടൊപ്പം തന്നെ അമ്മത്താരാട്ടുണ്ട്. അമ്മത്താരാട്ട് ഫുൾ ഫോം ഉണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ ആയാ മോണിറ്ററിങ് മെറ്റേണൽ ആക്ടിവിറ്റീസ് ആണ് അമ്മ. താരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ അനീമിയ അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇവിടെ സർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കുറേ കോളനികൾ കാടിൻ്റെ ഉള്ളോട്ടാണുള്ളത്. അപ്പം ഇവർക്ക് പ്രസവ തീയതിയൊക്കെ അടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രിക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകാൻ കഴിയില്ല. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും, പ്രസവത്തിന് ഒരാഴ്ച മുന്നേ ഇവിടെ താമസിപ്പിക്കും. ഇവിടുന്ന് പെയിൻ വേണ്ടി നമ്മൾ ആംബുലൻസിൽ ബത്തേരി എത്തിച്ചു കൊടുക്കും. ഇവിടെ താമസിക്കുമ്പോൾ അവർ നമ്മളെ അവർ ഗസ്റ്റാണ്. അവർ നോക്കേണ്ടത് അമ്മനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ അവിടെ ആ ഗർഭിണിൻ്റെ കാര്യം നോക്കും, ആ ഗർഭിണി വേറെ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കും, അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി കൊടുക്കും, അവർക്ക് വിത്ത് ഫാമിലി ഇവിടെ താമസിക്കാം. അതാണ് പ്രതീക്ഷ അമ്മ താരാട്ട്. അറ്റ് എ ടൈം ഒരു പേഷ്യൻസ് താമസിക്കും. ഇത് കൂടാതെ ഇപ്പോൾ എന്നും ഇവിടെ ഗർഭിണി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രത്യേകിച്ച് കാണുന്നതാണ് അനീമിയ, രക്തക്കുറവ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റാഫ് നേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കമ്മിറ്റിയിൽ നിന്ന്. അവർ ഒരു HB 8 ഒരു പേഷ്യൻറ്റിനെ ഇവിടെ നമ്മളെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു വന്ന പാട് അവർ നേരെ ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത്, ഇങ്ങോട്ട് വന്നവിടെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കും, അയൺ റിച്ച്, പിന്നെ കടലമുട്ടായി, ഫ്രൂട്ട്സ്, ഈത്തപ്പഴം കൊടുത്ത് അവരെ സ്റ്റേബിളാക്കും. എന്നിട്ട് അവർക്ക് TV സിനിമ കാണാം. ആ സമയത്ത് ഒരു 8 പേര് ഒരുമിച്ച് കൊണ്ടുവരും. 4 പേര് സിനിമ കാണുമ്പോൾ 4 പേർക്ക് ഇവിടെ ഇരുന്ന് രക്തം കൂടാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും, അയൺ സുക്രോസ് ഇഞ്ചക്ഷൻ. അത് കൊടുത്ത് ഉച്ചഭക്ഷണം കൊടുത്ത് അതേ വാഹനത്തിൽ തിരിച്ച് അവരെ കോളനിലേക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് താരാട്ട് പ്രൊജക്റ്റ്. ട്രൈബൽസിലുള്ള അനീമിയനെ കൺട്രോൾ ചെയ്യാൻ പ്രൊജക്റ്റാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് അമ്മ താരാട്ട്, അമ്മയുടെ താരാട്ട് എന്ന് പറയുന്നത്. ഓരോ പേരുകൾ തന്നെ നമുക്ക് അകത്തുനിന്ന് കാണും ചെയ്യാം. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാവാറ്. തിങ്കൾ, ബുധൻ, വെള്ളി. ചൊവ്വ, വ്യാഴം, ശനി ഫീൽഡാണ് നേഴ്സിന്. അപ്പോൾ ആൾട്ടർനേറ്റ് ഡേയ്സ്. അപ്പോൾ ഇവർ അവർക്ക് വെയിറ്റ് ചെയ്യാം, അവർക്ക് ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കും, അത് റിലാക്സ് ചെയ്ത് TV കാണാം. അത് കഴിഞ്ഞ് ഒരു റിസോർട്ട് പോണ ഫീലിങ്സ് അവർക്ക്. അതെ. ഒരിക്കലും ഹോസ്പിറ്റൽ സ്മെല്ലിങ് ഇവിടെ കാണില്ല. അവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം, ബെഡ് കാര്യങ്ങൾ എടുക്കാം. അതാണ് പ്രതീക്ഷ എന്നുള്ള ഇത്. പ്രതീക്ഷയാണ്. അല്ല, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് വെറും ചികിത്സ മാത്രമല്ല, ഒരു ഓവറോൾ വെൽനെസ് ഉണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്നൊരു കോൺസെപ്റ്റ്. പിന്നെ ഒരു ഡിസൈൻ ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും കെട്ടിടങ്ങളും നോക്കുകയാണെങ്കിൽ അത് വെൽ ഡിസൈൻഡ് ആണ്. അതും ഒരു വെറും മോഡേൺ ഡിസൈൻ എന്നല്ല, ഈ ഒരു പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു ടൈപ്പ് ഡിസൈൻ, മരങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ. പിന്നെ ഉള്ളത് ബ്രാൻഡിങ്, ഓരോ ഇതുപോലത്തെ പേരിടുക. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ ആശുപത്രി. അപ്പോൾ ഡോക്ടറുടെ ഒരു മെയിൻ ഇതാണ്. എനിക്കത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയോടാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതിയാണ്, മുൻ ഭരണസമിതി ആണെങ്കിലും ഇപ്പം
ഇപ്പോൾ കഴിഞ്ഞ വർഷം LDF ആയിരുന്നു, ഇപ്രാവശ്യം UDF ആണ്. പക്ഷേ ഏത് ഭരണസമിതി വന്നാൽ നല്ല സപ്പോർട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്താണെങ്കിൽ അന്നത്തെ പ്രസിഡന്റ് ശോഭൻ കുമാർ ശോഭേട്ടനായിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷീജ മാഡം. അതോടൊപ്പം ഞങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനീഷ് അടക്കമുള്ള ഞങ്ങളുടെ DPM ഉണ്ട്, NHMൻ്റെ ഡോക്ടർ സെമിയ മാഡം, പിന്നെ ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ റീന മാഡം, പിന്നെ ഞങ്ങളുടെ ഹെൽത്ത് സെക്രട്ടറി രാജഗോപാൽ സാർ ഇടയ്ക്കിടയ്ക്ക് സാർ വിളിക്കാറുണ്ട്. സാർ ചോദിച്ചിട്ട് എങ്ങനെ അവിടുത്തെ ആക്കിൻ്റെ ഇത് ട്രൈബൽ ബെൽറ്റ് ആണല്ലോ. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ മിനിസ്റ്റർ വീണ മാഡം ആണെങ്കിലും ശൈലജ് മിനിസ്റ്ററൊക്കെ എപ്പോൾ കണ്ടാൽ ഡോക്ടർ ദാഹർ അടുത്ത പ്രൊജക്ട് എന്താണ് അവിടെ ചെയ്യാനുള്ളത് മാഡം അത്ര സപ്പോർട്ട് ചെയ്യും. അതെ. അപ്പോൾ ഡോക്ടറോട് ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഡോക്ടർ ഇങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ്. അപ്പോൾ അതിൽ ഇപ്പോൾ റിഹാബിലിറ്റേഷൻ, സ്പീച്ച് തെറാപ്പി, കൗൺസിലിംഗ്, കുറച്ചും കൂടെ അഡ്മിഷൻ. നിങ്ങൾ നേരത്തെ കണ്ടു താമസിച്ച പേഷ്യൻസ് വന്നിട്ടുണ്ട്. അവർക്ക് എടുത്താലുള്ള ബെഡ് സൗകര്യം ആ വാർഡിൽ നിലവിലാക്കിയില്ല. പുതിയ വായ്പ വാർഡ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പണ്ടിൽ തൊഴിൽ പരിശീലനം കൊടുക്കുക, കാരണം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ആസ് എ കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയറിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ കണക്കിൽ ഇത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഈ കോൺസെപ്റ്റ്. അപ്പോൾ അവരിപ്പോൾ ഗവൺമെൻറ് എന്നോട് പറയുന്നത് ദാഹർ ഇനി ഇവിടുന്ന് മാറാൻ സമയമായി എന്നാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് 2-3 പ്രൊജക്റ്റും കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ മാറാൻ തയ്യാറാണെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ. ഞങ്ങൾക്ക് വന്നത് കുറേ കളക്ടർമാർ, ഇപ്പോൾ അദില മാഡം മുതൽ ഗീത മാഡം, രേണുരാം മാഡം, ഇപ്പോഴത്തെ കളക്ടർ, ഇപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്. ഇൻ്റർ സെക്ടറൽ കോർഡിനേഷൻ നന്നായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും ജില്ലാ ഭരണകൂടം ആണെങ്കിലും ആരോഗ്യവകുപ്പ്, ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാവരുമായിട്ട് നല്ലൊരു ഒരു റിലേഷൻ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ പല പദ്ധതികളും നമ്മളെല്ലാവരും പറയുന്നുണ്ട് സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടന്ന്, പക്ഷേ ആ സിസ്റ്റം എനിക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എനിക്കെല്ലാം ഇപ്പോൾ എന്ത് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാലും അത് അനുവാദം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും എങ്ങനെ സഹായിക്കാം, എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു ട്രൈബൽ ബെൽറ്റ് ആയതുകൊണ്ട് മാത്രമല്ല, എല്ലാം തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ധാരാളം ആക്ടിവിറ്റീസ് ഇവിടെ നടത്തിയിട്ട് അത് എല്ലാവർക്കും എവിടെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ രാജ്യസഭ എംപിമാർക്ക് ഇന്ത്യയിൽ എവിടെ ഫണ്ട് കൊടുക്കാം, ലോക്സഭ എംപിമാർക്ക് ആ മണ്ഡലത്തിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, NHMൻ്റെ ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്, CSR ഫണ്ടുണ്ട്, അത് കൂടാതെ സ്പോൺസർഷിപ്പ് ഉണ്ട്, പിന്നെ CSR ഫണ്ട്, എല്ലാ തരത്തിലുള്ള ഫണ്ടും നമ്മൾ ഇപ്പോൾ ആ കാണും ജിമ്മിൽ തന്നെ 5 തരം ഫണ്ടുണ്ട്. HMC ഫണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട്, NHM ഫണ്ട്, പഞ്ചായത്ത് ഫണ്ട്, എല്ലാത്തിൻ്റെ ഒരു കോഡ് ഒരു എന്താ എല്ലാം കൃത്യസമയത്ത് കറക്റ്റ് ഡെലിവറി ചെയ്ത് കിട്ടി. അതാണ് മറ്റേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ വന്നിരുന്നത് വളരെയധികം സങ്കടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കേരളത്തിൽ ഒരു യാത്ര ചെയ്തിട്ടുള്ളതിൽ, അതായത് ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട്. ദിവസമാണല്ലോ. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി. ഡോക്ടർ എനിക്കൊരു ശുഭ മുഹൂർത്തം എനിക്ക് അറേഞ്ച് ചെയ്തു. മിസ്റ്റർ പോൾ മാത്യൂസ് ഞാൻ വലിയ ബന്ധം കേട്ടോ. രാവിലെ വിളിച്ചപ്പോൾ സന്തോഷിച്ചു. നമുക്ക് വെച്ചാൽ എനിക്ക് ഒറ്റ മനസ്സിൽ ഞാൻ എല്ലായിടത്തും ക്ലാസ് എടുക്കാൻ പോകാൻ ഞാൻ എൻ്റെ ടോപ്പിക്ക് അവസാനിപ്പിക്കാറ് ഇങ്ങനെയാണ്. 140 ഗ്രാമപഞ്ചായത്തിൽ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 140, അതായത് തനത് വരുമാനം ഏറ്റവും കുറഞ്ഞ പഞ്ചായത്താണ് 140. ആ പഞ്ചായത്തിൽ ഇങ്ങനെ സിസ്റ്റം പോസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ എനിവേർ ഇൻ ഇന്ത്യ. അതാണ് ഞാൻ എല്ലാം കൊടുക്കുന്ന മെസ്സേജ്. കാരണം ഇത് എവിടേക്കാണ്, കാരണം നമ്മൾ ആശ്രയിക്കുന്നത് ഏറ്റവും പാവപ്പെട്ട ആളുകളാണ്. അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് കൊടുക്കാൻ കഴിയാൽ നാളെ മറ്റന്നാൾ 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ സർവീസ് റിട്ടയർ ആകുമ്പോൾ എനിക്ക് എൻ്റെ ബാക്കിയുള്ള ലൈഫിൽ എനിക്ക് ആകെയുള്ള സമ്പത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഈ സന്തോഷം മാത്രം. ആക്ച്വലി സ്ഥലം മലപ്പുറമാണ്, തിരൂര്. എനിക്ക് വീട്ടിലെൻ്റെ ഉപ്പയുണ്ട്, എനിക്കൊരു അനിയത്തി ദുബായിലാണ്, അനിയൻ UK-ലാണ്. എനിക്ക് വൈഫ്, 2 മക്കൾ. വൈഫിൻ്റെ പേര് ദിന്ന, മക്കൾ 2 പേരും ഇവിടെ പഠിക്കുകയാണ്. മോള് ദിന്ന ബത്തേരി പഠിക്കുക. താമസം ഹോസ്പിറ്റലിൽ അടുത്താണ്. ഓക്കെ ബൈ.